സർ, ദിസ് ഈസ് മിസ് ദീപ്തി ജയറാം. ബിടെക് സ്റ്റുഡൻ്റാണ്. ഈ കുട്ടി നമ്മുടെ കമ്പനിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ ഗോപാൽ അവളെ രാജീവിന് പരിചയപ്പെടുത്തി. ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് വിമുക്തയായി കഴിഞ്ഞിരുന്നില്ല അപ്പോഴും ദീപ്തി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് ദീപ്തി. രാജീവ് അവളെ ഇരിക്കാൻ ക്ഷണിച്ചു. ഒരു പാവയെപ്പോലെ ചെന്ന് അവൾ മേശയുടെ എതിർവശത്തുള്ള ഒരു കസേരയിലിരുന്നു. GMൻ്റെ റെക്കമെൻഡേഷനുണ്ട്. ദീപ്തി വിൽ ടെൽ യു ഹെർ റിക്വയർമെൻറ്റ്സ്. എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ എന്നെ വിളിച്ചാൽ മതി. രണ്ടുപേരോടുമായി പറഞ്ഞിട്ട് ഗോപാൽ മുറിവിട്ടു പോയി. ഫ്ലഷ് ഡോർ അയാൾക്കു പിന്നിൽ ശബ്ദമില്ലാതെ അടഞ്ഞു. വിളറിയ മുഖത്തോടെ ദീപ്തി ഇരുന്നു. ദീപ്തി, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? പ്രസന്നമായ സ്വരത്തിൽ തികച്ചും സൗഹൃദഭാവത്തോടെ രാജീവ് ചോദിച്ചു. സോറി, എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും ആവശ്യമില്ല. അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടി. പിന്നെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ആശ്ചര്യഭാവത്തോടെ രാജീവ് അവളെ നോക്കി. നിങ്ങളാണ് ഡെപ്യൂട്ടി GM എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു. അപ്പോൾ ഈ കമ്പനിയോടല്ല, എന്നോടാണ് മിസ് ദീപ്തിക്ക് വിരോധം. യെസ്, ഐ ഹേറ്റ് യു. ശാന്തസ്വരത്തിലാണ് അവൾ അത് പറഞ്ഞത്. എന്തിനാണ് എന്നെ വെറുക്കുന്നത്? ഞാൻ വെറുമൊരു തമാശ പറഞ്ഞതിനോ? തമാശയൊന്നുമല്ല. കഴിവുള്ള ആളുകൾ അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കില്ല. ഒരു കമ്പനിയുടെ ഡെപ്യൂട്ടി GM ആണെന്ന അഹന്ത കൊണ്ടാണ് നിങ്ങൾ എന്നെ പരിഹസിച്ചത്. ദീപ്തിയുടെ വാക്കുകൾക്ക് മൂർച്ച കൂടി. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചു. അന്ന് അവിടെ വെച്ച് തന്നെ അപ്പോളജൈസ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അങ്കിളും ആൻറ്റിയും നിർബന്ധിച്ചിട്ടും കൂടി കുട്ടി ഇറങ്ങി വരാൻ തയ്യാറായില്ല. എനിക്ക് നിങ്ങളുടെ അപ്പോളജി ആവശ്യമില്ല. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസ് മാത്രമല്ല, അതിനേക്കാൾ എത്രയോ വലിയ കമ്പനികൾ ഈ നാട്ടിലുണ്ട്. അവിടെ എവിടെയെങ്കിലും ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ചെയ്തോളാം. ദീപ്തി പോകാനായി എഴുന്നേറ്റു. ഒരു മിസ്ഡ് കോളിൻ്റെ പേരിൽ മൊബൈലിലൂടെ ഒരു ഏറ്റുമുട്ടൽ നടന്ന ശേഷമാണ് സിത്താര തൻ്റെ ഓഫീസിൽ വന്നതും പരിചയപ്പെട്ടതും. അതൊരു സ്നേഹബന്ധമായി വളർന്നതും. അതിന് ഏതാണ്ട് സമാനമായിരുന്നു ഇതും. സദാശിവൻ അങ്കിളുടെ വീട്ടിൽ വെച്ച് ഒരു ഏറ്റുമുട്ടൽ. എന്നിട്ട് താനാണ് ഡെപ്യൂട്ടി GM എന്നറിയാതെ ദീപ്തിയും തൻ്റെ ഓഫീസിൽ വന്നിരിക്കുന്നു. ഇതൊരു സ്നേഹബന്ധമാക്കി മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മേജർ ജയരാമനോട് പക വീട്ടണമെങ്കിൽ ദീപ്തിയുടെ സ്നേഹം നേടിയേ പറ്റൂ. പെട്ടെന്ന് രാജീവ് എഴുന്നേറ്റു. പ്ലീസ് ദീപ്തി, പോകരുത്. എന്നോടല്ലേ വിരോധമുള്ളൂ? എൻ്റെ ഗൈഡൻസിൽ പ്രൊജക്റ്റ് ചെയ്യണ്ട. ഇവിടെ സിസ്റ്റംസ് മാനേജർ മിസ് അരുണ ജോഷിയുണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഷീ വിൽ ഹെൽപ്പ് യു, അയാൾ പറഞ്ഞു. നോ താങ്ക്സ്, എനിക്ക് നിങ്ങളുടെ ഒരു ഫേവറും ആവശ്യമില്ല. അവൾ തലയുയർത്തിപ്പിടിച്ച് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. രാജീവിനും വല്ലാത്ത നിരാശ തോന്നി. പ്രതീക്ഷിക്കാതെ കിട്ടിയ അവസരം നിലച്ചിരിക്കാതെ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി ദീപ്തിയെക്കുറിച്ച് ഒരാഗ്രഹവും വെച്ച് പുലർത്തണ്ട. പ്ലാൻ ചെയ്ത രീതിയിൽ മേജർ ജയരാമനോട് പകവീട്ടാൻ പറ്റില്ല. രാജീവ് തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. ദീപ്തി നേരെ ഇന്ത്യവരത്തിലേക്കാണ് പോയത്. സദാശിവൻ നായരും മാലതിയും ഓഫീസിലേക്ക് പോയിരുന്നു. കോമള മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ മോളെ പെട്ടെന്നിങ്ങ് പോകുന്നത്? അവൾ ചോദിച്ചു. കാണാൻ ചെന്ന ആൾ അവിടെ ഇല്ലായിരുന്നു ചേച്ചി, അവൾ നുണ പറഞ്ഞു. കഷ്ടമേ, വിളിച്ചു ചോദിച്ചിട്ട് പോകാൻ വയ്യായിരുന്നോ? സാരമില്ല, ഉച്ച കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോകുന്നുണ്ട്. 12-ന് ലഞ്ച് തരാമോ? തരാം മോളെ. ദീപ്തി മുകളിൽ ചെന്ന് അവളുടെ മുറിയിലിരുന്നു. അവൾക്ക് ചെറിയ സന്തോഷം തോന്നാതിരുന്നില്ല. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൽ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ രാജീവ് മേനോൻ്റെ മുഖത്ത് നോക്കി അത്രയും പറയാൻ സാധിച്ചില്ലേ? അയാളുടെ മുഖം വിളറിയത് ശരിക്കും കണ്ടു. അതോർത്ത് അവൾ ഊറിച്ചിരിച്ചു. ഊണ് കഴിഞ്ഞ് ദീപ്തി കാറെടുത്ത് കോളേജിലേക്ക് പോയി. കോളേജിൽ ചെന്ന് അവൾ നേരെ സരിത മിസ്സിനെയാണ് കണ്ടത്. നീ ടെക്നോ പാർക്കിൽ പോയില്ലേ ദീപ്തി? ആശ്ചര്യത്തോടെ സരിത ചോദിച്ചു. പോയി മിസ്സേ, പക്ഷേ എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പിന്നെന്തിനാ പെട്ടെന്നിങ്ങ് പോകുന്നത്? ഒരു ദിവസം പോലും ഇനി വേസ്റ്റാക്കാനില്ല. 20-ാം തീയതിക്ക് മുമ്പ് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. പലരും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. നീ മാത്രം പിന്നിലായി പോകരുത്. ഇല്ല മിസ്, കോണ്ടിനെൻ്റൽ കൺസൾട്ടൻറ്റ് സർവീസിൽ പ്രൊജക്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അവൾ ഒടുവിൽ സത്യം തുറന്നു പറഞ്ഞു. വൈ? സരിത അമ്പരന്നു. GM പെർമിഷൻ തന്നെങ്കിലും താഴെയുള്ള മാനേജർ അത്ര മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേറൊരു കമ്പനിയിൽ ചെയ്തോളാം. അവൾ പെട്ടെന്നൊരു കാരണം കണ്ടുപിടിച്ചു. അതിനുള്ള സമയമല്ല കുട്ടി. ഇനി പുതിയൊരു കമ്പനി കണ്ടുപിടിച്ച് അവരുടെ അനുവാദം മേടിച്ച് ഹെൽപ്പ് ചെയ്യാൻ ഏതെങ്കിലും സ്റ്റാഫിനെ ഏർപ്പെടുത്തി ഡിസ്കസ് ചെയ്ത്. ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം. സരിത അവളെ നിരുത്സാഹപ്പെടുത്തി. അത് സാരമില്ല മിസ്, ഡാഡി എല്ലാം വേഗം ഏർപ്പാടാക്കി തരും. ദീപ്തിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എങ്കിലും എനിക്കൊന്നും പറയാനില്ല. ഇഷ്ടം പോലെ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസിയെ ഒഴിവാക്കിയതിൽ സരിത മിസ്സിന് ഇഷ്ടക്കേടുണ്ടെന്ന് ദീപ്തിക്ക് തോന്നി. അത് സ്വാഭാവികം. മിസ് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു തന്ന ശേഷം താൻ പിന്മാറിയാൽ അത് രസിക്കുകയില്ലല്ലോ. പക്ഷെ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അവൾ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ് കഴിഞ്ഞ് പതിവ് പോലെ അശ്വതിയുമൊത്താണ് അവൾ കോളേജിൽ നിന്ന് ഇന്ത്യവരത്തിലേക്ക് മടങ്ങിയത്. നീ പ്രൊജക്റ്റ് ചെയ്യാൻ പോയിട്ടെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? എനിക്ക് ആ കമ്പനി ഇഷ്ടപ്പെട്ടില്ല, കാർ ഓടിക്കുന്നതിനിടയിൽ അലസമട്ടിൽ ദീപ്തി പറഞ്ഞു. അതെന്താ? അവിടുത്തെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആളത്ര ശരിയല്ല. അയാൾ എന്ത് ചെയ്തു? നമുക്ക് ആ ടോപ്പിക്ക് വിടാം അശ്വതി.
അവൾ പിന്നെ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. രാത്രിയിൽ ഡാഡിക്ക് ദീപ്തി ഫോൺ ചെയ്തു. ഡാഡി, ഞാൻ എറണാകുളത്തേക്ക് നാളെ വരുന്നു. എന്താ മോളെ ഇത്ര പെട്ടെന്ന്? ക്ലാസ്സില്ലേ കോളേജിൽ? അയാൾ ചോദിച്ചു. അതല്ല, ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസ് പ്രൊജക്റ്റ് ചെയ്യാനാണ്. നമ്മുടെ കമ്പനിയിലോ? ഞാൻ നേരത്തെ എത്ര പറഞ്ഞതാ, എന്താ ഇപ്പോൾ ഒരു മനംമാറ്റം? ജയരാമന് അത്ഭുതമായി. ഇവിടെ ടെക്നോ പാർക്കിലുള്ള കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ സരിത മിസ് എല്ലാം അറേഞ്ച് ചെയ്തു. ഇൻഫാക്റ്റ് ഞാനിന്ന് അവിടെ പോവുകയും ചെയ്തു. എന്നിട്ടോ? പുതിയ ഒരാൾ അവിടെ ഡെപ്യൂട്ടി GM, മിസ്റ്റർ രാജീവ് മേനോൻ. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മാൻ. ജയരാമൻ അറിയാതെ ഒന്ന് ഞെട്ടി. അയാൾ എന്തു ചെയ്തു? സദാശിവൻ അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാ. ഒരു ദിവസം ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? അയാൾക്ക് വിശദവിവരങ്ങൾ അറിയാൻ ധൃതിയായി. ഓൾ ഇന്ത്യ ക്വിസ് കോമ്പറ്റീഷന് ഞാൻ ഗോൾഡ് മെഡൽ മേടിച്ചത് വലിയ കാര്യമൊന്നുമല്ലെന്നാണ് അയാൾ പറഞ്ഞത്. കുത്തിയിരുന്ന് കാണാതെ പഠിച്ചാൽ ആർക്കും മെഡൽ മേടിക്കാമെന്ന്. അതിന് ബുദ്ധിയൊന്നും വേണ്ട, ഓർമ്മശക്തി മതിയെന്ന്. അത്രയേ ഉള്ളൂ. അത് കേട്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി. അതുപോരെ? ഈശോയോട് അവൾ ചോദിച്ചു. ശരിയാ, മോളോട് ഒരിക്കലും അയാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ നിന്റെ സ്ഥാനത്ത് ഡാഡിയായിരുന്നെങ്കിൽ ഇങ്ങനെ പിന്മാറി പോരുകയില്ലായിരുന്നു, അയാൾ പറഞ്ഞു. പിന്നെ നിനക്ക് ബുദ്ധിയില്ലെന്ന് അയാൾ പറഞ്ഞെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നീ അവിടെ തന്നെ പ്രൊജക്റ്റ് ചെയ്യണം മോളെ, അയാൾ നിർബന്ധിച്ചു. ഡാഡി, അക്കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഒരു സഹായവും വേണ്ടെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞിറങ്ങിപ്പോന്നിട്ട്. എൻ്റെ മോളാണ് നീയെന്ന് അയാൾക്കറിയാമോ? അറിയില്ല. അപ്പോൾ നിന്നെ അയാൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. രാജീവിനെ എനിക്കറിയാം മോളെ, ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. അയാൾ അവിടെ ജോലി കിട്ടി വരുന്നതിന് മുമ്പ് ഇവിടെ മൈസ്കർ മിൽസ് എന്ന കമ്പനിയിലായിരുന്നു ജോലി. ഉവ്വോ, എനിക്കറിയില്ലായിരുന്നു. നിനക്കറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. രാജീവ് മേനോൻ നമ്മുടെ താരാമാധവൻ്റെ വെറുമൊരു സ്റ്റാഫ് മാത്രമാണ്. അയാളെ നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ? അവൾക്ക് മനസ്സിലായില്ല. മിസ് താരാമാധവൻ്റെ സ്വന്തമാണ് കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസസ്. ഒരു പാർട്ടിക്ക് ഡാഡിയുമൊത്ത് പോയപ്പോൾ 4 വർഷം മുമ്പ് അവൾ താരാമാധവനെ കണ്ടിട്ടുണ്ട്. എന്തൊരു സൗന്ദര്യമുള്ള സ്ത്രീയാണവർ. അപ്പോൾ ഞാനങ്ങോട്ട് വരണ്ടേ? ദീപ്തി ആശയക്കുഴപ്പത്തിലായി. പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ വരണ്ട. പക്ഷേ ഞാനെങ്ങനെ അയാളുടെ മുഖത്ത് നോക്കും? അതായിരുന്നു അവളുടെ വിഷമം. നീ അയാളുടെ മുഖത്ത് നോക്കണ്ട, അയാളെ കാണുകയേ വേണ്ട. താരമാടത്തെ വിളിച്ച് ഞാനെല്ലാം അറേഞ്ച് ചെയ്തു തരാം. എങ്കിൽ ഞാൻ പോകാൻ ഡാഡി. അവൾക്ക് സന്തോഷമായി. രാജീവ് മേനോനെ ഞാൻ അവഗണിക്കാൻ പോകുന്നു. അയാളെ കടത്തിവെട്ടി താൻ അയാളെ നിഷ്പ്രഭനാക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ താരമാധവനെ വിളിക്കാം. താങ്ക് യു ഡാഡി. അവൾക്ക് ഡാഡിയെക്കുറിച്ച് വലിയ അഭിമാനം തോന്നി. അന്ന് രാത്രിയിൽ ജോൺ നെല്ലുവേലിയുമായി രാജീവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താരമാധവൻ്റെ കോൾ വന്നത്. ജോൺ, എൻ്റെ ബോസ് വിളിക്കുന്നു. ഓക്കെ രാജീവ്, ഗുഡ് നൈറ്റ്, നാളെ വിളിക്കാം. ജോൺ കോൾ കട്ട് ചെയ്തു. രാജീവ് വാച്ചിൽ നോക്കി. മണി 11:30. ഈ നേരത്ത് അവൾ വിളിക്കുന്നത് വെറുതെ കൊഞ്ചിക്കുഴയാനാണോ? അങ്ങോട്ട് വിളിക്കണോ അതോ ഇങ്ങോട്ട് വിളിക്കാൻ കാത്തിരിക്കണോ എന്ന് അയാളൊരു നിമിഷം ചിന്തിച്ചു. ഉടൻ തന്നെ താരയുടെ വിളി വന്നു. ഹലോ. ഹായ് രാജീവ്. അവളുടെ സ്വരം പ്രസന്നവും മധുരവുമായിരുന്നു. ആരാണ് വിളിച്ചുകൊണ്ടിരുന്നത്? അവൾ ചോദിച്ചു. കൊച്ചിയിലുള്ള എൻ്റെ ഫ്രണ്ട് ജോൺ. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് വിളിച്ച് സമയം കളയുകയാണെന്ന്. ചിരിച്ചുകൊണ്ടാണ് താര അത് പറഞ്ഞത്. എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. അതെനിക്കറിയാം, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഗേൾ ഫ്രണ്ട് ഉണ്ടായാൽ കൊള്ളാമെന്ന് ആഗ്രഹമില്ലേ? ഇല്ല. അതെന്താ? താരയ്ക്കറിയാമല്ലോ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അകാലത്തിൽ അവൾ പോയി. ആ മുറിവ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണങ്ങാതെ നിൽക്കുന്നു. അതെല്ലാം മറക്കണം രാജീവ്. നമ്മൾ മറക്കും, അതാണ് ലൈഫ്. പോയതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നത് ഫൂളിഷ്നെസ്സാണ്. അയാളൊന്നും മിണ്ടിയില്ല. എന്നെ ഗേൾഫ്രണ്ട് ആക്കൂ. ഐ വിൽ മേക്ക് യു ഹാപ്പി. തമാശ കേട്ടതുപോലെ അയാൾ ചിരിച്ചു. എന്താ മറുപടി പറയാത്തത്? അവൾ ചോദിച്ചു. നമുക്ക് ആലോചിക്കാം, എങ്ങും തൊടാതെ അയാൾ പറഞ്ഞു. അത് മതി. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ കൂടിയാണ്. നമ്മുടെ മേജർ ജയരാമനെ രാജീവ് അറിയില്ലേ? ഉവ്വ്. അദ്ദേഹത്തിൻ്റെ മകൾ ദീപ്തി ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നിരുന്നു. യെസ്, ആ കുട്ടി എന്നെ വന്ന് കണ്ടിരുന്നല്ലോ. രാജീവിന് അത്ഭുതമായി. ദീപ്തിക്ക് വേണ്ടിയാണോ താര വിളിക്കുന്നത്? ആ കുട്ടിക്ക് രാജുവിനെ കുറിച്ച് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. മിസ്റ്റർ ജയരാമൻ എന്നെ വിളിച്ചിരുന്നു. ഷീ വുഡ് ലൈക്ക് ടു ഡു ദി പ്രൊജക്റ്റ് അറ്റ് കോണ്ടിനെൻ്റൽ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് രാജീവ് ചോദിച്ചു. പ്ലീസ് മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ്സ് ടു ഹെൽപ്പ് ഹെയർ. ഷീ ഷുഡ് ബി കംഫർട്ടബിൾ ദയർ. നോ പ്രോബ്ലം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാം. ഓക്കെ രാജീവ്, അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട്. വി വിൽ മേക്ക് ദി വിസിറ്റ് മെമ്മറബിൾ. ഗുഡ് നൈറ്റ് താര. ഗുഡ് നൈറ്റ്. അയാൾക്ക് ഒരേ സമയം സന്തോഷവും നിരാശയും അനുഭവപ്പെട്ടു.
ദീപ്തി വീണ്ടും വരും എന്ന സന്തോഷം, താര അടുത്ത ആഴ്ച വരും എന്ന അസ്വസ്ഥത. പിറ്റേന്ന് അയാൾ മിസ് അരുണ ജോഷിയെ വിളിച്ചു. ഗുഡ് മോർണിംഗ് സാർ. അരുണ, ഐ ആം ഗിവിംഗ് യു ആൻ അസൈൻമെൻറ്റ്. എന്താണ് സാർ? നാളെ ദീപ്തി ജയറാം എന്ന പെൺകുട്ടി വരും. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. പഠനം സംബന്ധിച്ചുള്ള ഏതോ പ്രൊജക്റ്റ് ചെയ്യാനാണ്. ഷീ വിൽ മീറ്റ് യു. വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഓക്കെ സാർ, ഐ വിൽ ഡു എവറിത്തിങ്. തൃപ്തിയോടെ രാജീവ് ഫോൺ വെച്ചു. ദീപ്തി നാളെ വരട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. വെല്ലിംഗ്ടൺ ഐലൻഡിൽ കായലിനോട് ചേർന്നുള്ള അരമതിലിൽ ഡയാന കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റിലേറെയായിരുന്നു. ഉടൻ വരാമെന്ന് പറഞ്ഞ് കസ്റ്റംസ് ഓഫീസിലേക്ക് പോയതാണ് മുരളി. അയാളോട് വെറുതെ കുറേ നേരം സംസാരിച്ചിരിക്കാനാണ് അവൾ ഒപ്പം പുറപ്പെട്ടത്. ക്രിസ്റ്റി സ്ഥലത്തില്ല. റോഡിലൂടെ കുറേ പെൺകുട്ടികൾ കലപ്പിൽ സംസാരിച്ചുകൊണ്ട് കടന്നുപോയി. തുറമുഖത്ത് നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളിൽ നോക്കി അവൾ ഇരുന്നു. പെട്ടെന്നാണ് ഒരു കാർ വന്ന് അവളുടെ സമീപത്ത് നിന്നത്. ഡയാന തലതിരിച്ചു നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്തേക്കിറങ്ങി. നീല ജീൻസും ടോപ്പുമായിരുന്നു അവളുടെ വേഷം. അവളുടെ മുഖം കണ്ട് ഡയാന ഞെട്ടി. ഹലോ ഡയാന, സുഖം തന്നെയല്ലേ? ചിരിച്ചുകൊണ്ട് സിത്താര അവളുടെ അടുത്തേക്ക് വന്നു. ഭയത്തോടെ ഡയാന ചാടി എഴുന്നേറ്റു. സിത്താര, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? ഇന്നലെയാണ് ഞാൻ സിറ്റിയിൽ തിരിച്ചെത്തിയത്. രാവിലെ ഹോളിവുഡ് അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് വരുന്നത്. ചെന്നപ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റ് പൂട്ടിക്കിടക്കുന്നു. ഞാൻ നിനക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ? എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ഡയാന ആഗ്രഹിച്ചു. മുരളി ഇപ്പോൾ എത്തിയിരുന്നെങ്കിൽ. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ശ്വാസം മുട്ടി മരിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അത് ഭീകരമാണ്. നിങ്ങളത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. മിന്നൽ വേഗത്തിൽ സിത്താര അവളെ കായലിലേക്ക് തള്ളിയിട്ടു. അടിത്തട്ടിലേക്ക് താഴ്ന്നുപോയ ഡയാനയെ പൊങ്ങി വരാൻ സമ്മതിക്കാതെ അമർത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടി ഡയാനയുടെ കോശങ്ങൾ വലിയ ശബ്ദത്തോടെ പൊട്ടി. അലർച്ചയോടെയാണ് ഡയാന ഞെട്ടി ഉണർന്നത്. മങ്ങിയ ഇരുട്ടിൽ ശാന്തമായി ഉറങ്ങിക്കിടന്നിരുന്ന ക്രിസ്റ്റി ഞെട്ടി ഉണർന്നു. എന്തു പറ്റി? അയാൾ ചോദിച്ചു. ഞാനൊരു സ്വപ്നം. അവളുടെ വാക്കുകൾ പുറത്തേക്ക് വരാൻ പ്രയാസപ്പെട്ടു. ക്രിസ്റ്റി എഴുന്നേറ്റ് ലൈറ്റിട്ടു. പ്രേതത്തെ കണ്ട് ഭയപ്പെട്ടതുപോലെ ഡയാന വിറയലോടെ കിടക്കയിൽ കൂനിക്കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവളെ ഒന്ന് തുറച്ചു നോക്കി. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നിന്നെ ഞാൻ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അവളൊന്നും മിണ്ടിയില്ല. തുടർച്ചയായി പിന്തുടരുന്ന ഭയാനകമായ സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഏത് ചെകുത്താൻ്റെ അടുത്തേക്ക് പോകാനും അവൾ തയ്യാറായിരുന്നു. എനിക്കുറക്കം വരുന്നു. ക്രിസ്റ്റി ലൈറ്റ് അണച്ചു. ലൈറ്റ് അണയ്ക്കണ്ട. അവൾ ചാടി എഴുന്നേറ്റ് വീണ്ടും ലൈറ്റിട്ടു. പിറ്റേന്ന് രാവിലെ ഡോക്ടർ ജെയിംസ് തോമസിനെ ക്രിസ്റ്റി വിളിച്ചു. സിറ്റിയിലെ പ്രസിദ്ധനായ മനോരോഗ വിദഗ്ധനാണ് ഡോക്ടർ ജെയിംസ്. ഡയാനയുടെ പ്രശ്നത്തെക്കുറിച്ച് ഡോക്ടർക്ക് ക്രിസ്റ്റി ഒരു സാമാന്യ വിവരണം നൽകി. എൻ്റെ ക്ലിനിക്കിലേക്ക് വൈഫിനെ കൊണ്ടുവരൂ. ഉച്ച കഴിഞ്ഞ് 3:30. ഡോക്ടർ സമയം കൊടുത്തു. എതിർപ്പ് കൂടാതെ ക്രിസ്റ്റിയോടൊപ്പം ഡോക്ടർ ജെയിംസിൻ്റെ ക്ലിനിക്കിലേക്ക് ഡയാന പോയി. ബാനർജി റോഡിലുള്ള ഒരു 4 നില കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലായിരുന്നു ഡോക്ടർ ജെയിംസിൻ്റെ ക്ലിനിക്ക്. 3:30 ഡോക്ടറെ കാണാൻ അവർക്ക് അനുവാദം കിട്ടി. ഇരുവശത്തും കഷണ്ടി കയറി തുടങ്ങിയ ഒരു 40-കാരനായിരുന്നു ഡോക്ടർ ജെയിംസ് തോമസ്. കാന്തശക്തിയുള്ള കണ്ണുകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എനിക്ക് അല്പനേരം ഡയാനയുമായി തനിച്ച് സംസാരിക്കണം. ആദ്യത്തെ സംഭാഷണം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു. ക്രിസ്റ്റി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മേശയുടെ ഇരുവശത്തുമായി ഡോക്ടർ ജെയിംസും ഡയാനയും ഇരുന്നു. പറയൂ ഡയാന, എവിടെയായിരുന്നു കുഴപ്പങ്ങളുടെ തുടക്കം? ഡോക്ടർ ആവശ്യപ്പെട്ടു. അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നോക്കി. ഡോക്ടർ മേശയുടെ അടിയിലുള്ള ഒരു സ്വിച്ചിൽ വിരലമർത്തി. പെട്ടെന്ന് ഒരു ടേപ്പ് റെക്കോർഡർ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടറോട് ഒരു കാര്യവും മറച്ചു വയ്ക്കരുത്. എങ്കിലേ ഡയാനയെ സഹായിക്കാൻ എനിക്ക് കഴിയൂ. അവൾ ഒരു നിമിഷം കണ്ണുകളടച്ചിരുന്നു.